പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇന്ന് നമുക്കൊരു ദുആ പഠിച്ചാലോ? നമ്മൾ എല്ലാ സമയത്തും ചെയ്യേണ്ട ഒരു ദുആ. ഇപ്പോൾ പെട്ടെന്ന് ഉള്ള മരണങ്ങൾ കൂടുകയാണ് അല്ലേ, അപകട മരണങ്ങൾ കൂടുകയാണ്. ഏത് സമയത്താണ് മരണം സംഭവിക്കുക എന്ന് നമുക്കറിയാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ആഫിയത്ത് കിട്ടാൻ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവാനും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും വേണ്ടി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന പുണ്യമായ ഒരു ദുആ. ഒരുപാട് സ്വഹാബിമാരും താബിഈങ്ങളൊക്കെ നിത്യമാക്കിയിരുന്ന ഒരു ദുആയാണ്, ചെറിയൊരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ ഒന്ന് പഠിക്കാം, അതിൻ്റെ അർത്ഥവും വിശദീകരണവും നമുക്കൊന്ന് കേൾക്കാം. കൂടാതെ ഇപ്പോൾ എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ വാപ്പ മരണപ്പെട്ടു, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, സഹോദരന്മാർ അല്ലേ, മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണപ്പെട്ടു, അയാൾ മരണപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല. മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യണം. എത്ര കാര്യം? 7 കാര്യം ചെയ്യണം. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അതിനെ തൊട്ടെല്ലാം അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, എൻ്റെ ഉമ്മ മരിച്ചു, വാപ്പ മരണപ്പെട്ടു, അതുപോലെ എൻ്റെ ഭാര്യ മരണപ്പെട്ടു, പിന്നെ ഭർത്താവ്, അങ്ങനെ ഒരുപാട് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു. ഇതുപോലെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോവേണ്ടവരാണ് അല്ലേ. നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവർ, ആരും ഇവിടെ ശാശ്വതമായിട്ടുണ്ടാവില്ല. ഉണ്ടാകണമായിരുന്നെങ്കിൽ അതാരായിരിക്കും? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു തആല നബിക്ക് ഒരു വരദാനം കൊടുത്തു എന്നാണ്. 2 കാര്യം തിരഞ്ഞെടുക്കാം. ഒന്ന്, നബിയെ നിങ്ങൾക്ക് മരണം വരികയാം, വഫാത്ത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ആരോഗ്യം നിങ്ങൾക്ക് അല്ലാഹു തആല തരും. അപ്പോൾ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ തിരഞ്ഞെടുത്തത് എന്താണ്? ആ വഫാത്താണ്, ആ മരണമാണ്. കാരണം അതിന് പിന്നെ നമുക്കൊരു പാഠമുണ്ട്. അതായത് നബിതങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആളുകൾ പറയാൻ തുടങ്ങും, ഓ അള്ളാഹിൻ്റെ റസൂലിന് മാത്രം ഒരുപാട് ആയുസ്, നമുക്ക് മാത്രം ഇല്ല എന്നുള്ള പരാതി പരവും മനുഷ്യന്മാരായ ഞാനും നിങ്ങളൊക്കെ പറയാൻ കാരണമാണ്. അതിൻ്റെയൊക്കെ പിറകിൽ അങ്ങനെയുള്ള ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം, പല കാരണങ്ങളും ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ ഞാൻ മരണം സ്വീകരിക്കുകയാണ്. അങ്ങനെ വഫാത്ത് സ്വീകരിച്ചു റസൂലുള്ളാഹി തങ്ങൾ 63-ാമത്തെ വയസ്സിൽ. പറഞ്ഞു വന്നത്, നമ്മളൊക്കെ മരിച്ചു പോവേണ്ടവരാണ്. പക്ഷേ എപ്പോഴാണ് മരണം എന്നറിയില്ല. 2 ഉറപ്പുണ്ട് നമുക്ക്. ഒന്ന്, ഞാൻ മരിക്കും, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മരിക്കുന്ന ഉറപ്പാണ്. പക്ഷേ രണ്ടാമത്തെ ഒരു ഉറപ്പ് എന്താണെന്നറിയോ? ഞാൻ ഇന്ന് മരിക്കൂല. എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട്, ഞാൻ ഏതായാലും മരിക്കും, ഉറപ്പ്. രണ്ടാമത്തെ ഉറപ്പ്, ഞാൻ ഇന്ന് മരിക്കൂല. പക്ഷേ ആ രണ്ടാമത്തെ ഉറപ്പ് ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഉറപ്പാണ്. ഏത് സമയം, ഇപ്പോൾ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 നമ്മുടെ വെള്ളിയാഴ്ചയായിരുന്നല്ലോ. വ്യാഴാഴ്ച രാത്രി നമ്മുടെ ഈ പെരുമ്പാവൂർ ഭാഗത്ത് വ്യാഴാഴ്ച രാത്രി ഈ കുട്ടികളുടെ പരിപാടി, നബിദിന പരിപാടി നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ഉസ്താദ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. വലിയ അസുഖമൊന്നുമുള്ള ആളല്ല, പക്ഷേ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അല്ലാഹു തആല ആ ഉസ്താദിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ദഫ് കളിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. എത്രയോ സ്ഥലത്ത് പെട്ടെന്ന്, അതുപോലെ മതപ്രഭാഷണം കേൾക്കാമെന്ന ഒരു സഹോദരി, അവർ മരണപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ കൂടുന്നു, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുന്നു. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ എപ്പോഴും അള്ളാഹിനോട് ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഏതാ ദുആ എന്നറിയോ? നല്ല ആഫിയത്ത് ചോദിച്ചിട്ടുള്ള ഒരു ദുആ. ആദ്യം തന്നെ ആ ദുആ നമുക്കൊന്ന് പഠിക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. എങ്ങനെ ചോദിക്കണ്ടേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. 2 കാര്യമാണ്. അല്ലാഹുവേ, ഇന്നി നിശ്ചയമായും ഞാൻ, അസ്അലുക നിന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ പാപമോചനം അല്ലേ. അറിഞ്ഞും അറിയാതൊക്കെ ഞാനും നിങ്ങളൊക്കെ ഇന്ന് എത്ര തെറ്റ് ചെയ്തു. ഇന്നിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്നു. ചിലപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ളുഹറിന് മുമ്പാവാം, ളുഹർ കഴിഞ്ഞാവാം, അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയാവാം, എപ്പോഴാവട്ടെ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ട് സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്.
അല്ലേ? ഈ ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ എത്രയോ ഹറാമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോവാറുണ്ട്, അല്ലേ? കണ്ടുപോവാറുണ്ട്. എത്രയോ ഹറാമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞു പോവാറുണ്ട്, കേട്ടുപോവാറുണ്ട്, ചിന്തിച്ചു പോവാറുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ പലപ്പോഴും അബദ്ധത്തിലും അതുപോലെ തന്നെ മനഃപൂർവ്വമൊക്കെ ചെയ്തു പോവാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അള്ളാഹുവെ പുറത്തു തരണം. അതാണ് ഈ ദുആഇൻ്റെ ആദ്യം നമ്മൾ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫുവ, പടച്ചവനെ ആഫു തരണേ അല്ലാ, പാപം പുറത്തു തരണേ അല്ലാ, മാപ്പ് തരണേ അല്ലാ. അത് കഴിഞ്ഞ് രണ്ടാമത് ചോദിക്കുന്നത് വൽ ആഫിയ, ആരോഗ്യം തരണേ അല്ലാ. ഖൈറായൊരു ജീവിതം, അല്ലേ? ഒരാൾ കുറേ 90 വയസ്സ് വരെ ഒരാൾ ജീവിച്ചു, പക്ഷേ അയാൾ 60ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഉദാഹരണം പറയുകയാണെ, 60ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടന്നു. അങ്ങനെ കിടപ്പിൽ ഇങ്ങനെ കിടന്ന് മലമൂത്ര വിസർജനമൊക്കെ അതിൽ തന്നെ ചെയ്ത് കുട്ടികളും ഭാര്യയും മക്കളും ഒക്കെ നോക്കി മടുത്ത് 30 വർഷം ഇങ്ങനെ കിടക്കുന്നതിന് അത് വല്ലാത്തൊരവസ്ഥയാണത്. അങ്ങനെ രോഗിയായി കിടക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്, അവരെ നോക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, പടച്ചവനെ എനിക്ക് ആഫിയത്ത് തരണം. ഇനി മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹുവേ എനിക്ക് ഈമാനോടുകൂടിയുള്ള മരണം തരണം. അതൊക്കെയാണ് മൊത്തത്തിൽ ഈ ദുആഇൻ്റെ അർത്ഥം. എന്താണ് ഒന്ന് പറഞ്ഞേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫുവ വൽ ആഫിയ. മറന്നു പോകണ്ട ഈ ദുആ, എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫുവ വൽ ആഫിയ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫുവ വൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫുവ വൽ ആഫിയ. ആ ദുആ മറക്കണ്ട. ഇനി നമ്മുടെ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ പലരും മരണപ്പെട്ടല്ലേ? അപ്പോൾ മരണപ്പെട്ട നമ്മുടെ ഉമ്മാക്ക് വാപ്പാക്കൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരുമൊക്കെ യാസീൻ ഓതിയൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലേ? യാസീൻ ഓതി ദുആ ചെയ്യാറുണ്ട്, അതൊക്കെ നല്ലതാണ്. എന്നാൽ കേട്ടോ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മുടെ വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ നമ്മുടെ ഭാര്യയാവട്ടെ നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ ഭർത്താവട്ടെ, ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടാൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു 7 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഇദാ മാത്ത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്, ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളായിരിക്കും അവൻ്റെ കൂടെ ഉണ്ടാവുക, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ, അവൻ കൊടുത്തിട്ടുള്ള സ്വദഖയാണ്. രണ്ടാമത്തേത് ഇൽമുൻ യൻതഫിഉ ബിഹി, അവനിക്ക് ഉപകാരപ്പെട്ട ഇൽമാണ്, അറിവാണ്. ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ എന്താണ്, അവനിക്ക് ഉപകാരപ്പെടുന്ന, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മൂന്നാമതായി പറഞ്ഞത് എന്താണ്? നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അത് വലിയ ഖൈറാണെന്നാണ്. അപ്പോൾ ഒന്നാമതായി നമ്മുടെ മരണപ്പെട്ട ആരൊക്കെയുണ്ടോ, ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായി ഞാനും നിങ്ങളും മാറണം. പ്രത്യേകിച്ച് ഉമ്മയും വാപ്പയും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളായി ഞാനും നിങ്ങളും മാറണം. നല്ലവണ്ണം ദുആ ചെയ്യണം. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അവരുടെ പൊരുത്തം കിട്ടാൻ അത് കാരണമാണ്. പലപ്പോഴും ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതകാലത്ത് ചില ചെറുപ്പക്കാർ ചെയ്യുന്ന കച്ചവടമൊക്കെ ഭയങ്കര കച്ചവടമായിരിക്കും. പക്ഷേ ഉമ്മയും വാപ്പായും മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഇവൻ ചെയ്യുന്ന കച്ചവടത്തിലൊന്നും ബർക്കത്തില്ല. അതായത് എല്ലാം നഷ്ടത്തിലായിരിക്കും. എന്താണെന്നറിയോ? ആ ഉമ്മാടെ വാപ്പാടെ ദുആ ജീവിച്ചിരുന്നപ്പോൾ ഇവനിക്ക് കിട്ടി, മരണപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ഇവനിക്ക് കിട്ടാത്തതിൻ്റെ ഫലമായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ മരണപ്പെട്ട വാപ്പാടെ ഉമ്മാടെയും പൊരുത്തം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ഖൈറുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മരണപ്പെട്ട ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി എപ്പോഴും എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇപ്പോൾ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ അല്ലേ ചെയ്യുന്ന ദുആ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു എന്നൊക്കെ പറഞ്ഞ് ചെയ്യൂലേ, അല്ലേ? അതായത് ഈ കിടക്കുന്ന എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണം, നീ കരുണ ചെയ്യണം, നീ അഫു കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. അവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ദുആ ചെയ്യണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, മരണപ്പെട്ട ഉമ്മ വാപ്പ അല്ലെങ്കിൽ ആരാവട്ടെ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. ഒരു 100 രൂപ ഒരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിരിയാണി നമ്മൾ വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എത്തിക്കാനയിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തു. ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ സ്വതക്ക കൊടുത്തിട്ട് പൈസയാവട്ടെ, അത് അല്ലെങ്കിൽ വസ്ത്രമാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധന സാമഗ്രികളാവട്ടെ, വീട്ടിലേക്ക് കുറച്ച് അരിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഒരു പാവപ്പെട്ട വീട്ടിൽ, ഒരു വിധവയുടെ അല്ലെങ്കിൽ ഒരു യത്തീമിൻ്റെ വീട്ടിലേക്ക് കൊടുത്തു. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ പടച്ചവനെ ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണം, ഇതിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട വാപ്പാക്ക് കൊടുക്കണം എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കേട്ടോ. ഒരു 100 രൂപ പള്ളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് മദ്രസക്ക് കുറച്ച് പൈസ കൊടുത്തു. പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ഒരു വീട് പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഒരു രോഗിയായ ആൾ, അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സംഭാവന കൊടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കും കൊടുക്കണേ അല്ലാ, എൻ്റെ വാപ്പച്ചിക്കും കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദുആ രക്കണം. അല്ലെങ്കിൽ ആരാണോ മരണപ്പെട്ട അവർക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ കരുതി ദുആ ചെയ്യണം.
മൂന്നാമത്തെ കാര്യം, വിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുക. അല്ലേ? ഇഖ്റഊ യാസീൻ അലാ മൗതാക്കും. മരണം ആസന്നമായ അല്ലെങ്കിൽ മരണപ്പെട്ടവർ, പല രൂപത്തിലും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. എന്തുമാവട്ടെ, അപ്പോൾ സൂറത്ത് യാസീൻ ഏറ്റവും നല്ലതാണ്. എന്ത്? മരണപ്പെട്ട വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ് ആരൊക്കെ ഉണ്ടോ അവരെ മനസ്സിൽ കരുതി നമ്മൾ ഓതി, എന്നിട്ട് അള്ളാഹുവേ, ഈ ഞാൻ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട ഉമ്മാക്ക് കൊടുക്കണം, എൻ്റെ വാപ്പാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഭർത്താവിന് കൊടുക്കണം എന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടതും നല്ലതാണ്. മൂന്നാമത്തെ കാര്യം അത്. നമ്മൾ ഖത്തം ഓതാറുണ്ട്, മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാറുണ്ട്, സൂറത്തുൽ മുൽക്കും ഒക്കെ ഓതി നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഖബറിൻ്റെ അടുക്കൽ ചെല്ലുക. അത് വലിയ സന്തോഷമാണ്. മക്കളാകുന്ന നമ്മൾ മരണപ്പെട്ട വാപ്പാടെ ഉമ്മാടെ ഖബറിങ്കൽ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമാണെന്നാണ്. അവർ തിരിച്ചറിയും മുകളിലൂടെ പോകുന്നത് എൻ്റെ മകനാണല്ലോ, പടച്ചോനെ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, അവരെങ്ങനെ സങ്കടം പറയുന്നതാണ്. ഇനി ആരെങ്കിലും സലാം പറഞ്ഞാൽ അവരോട് ഭയങ്കര മുഹബ്ബത്തായിരിക്കുമെന്നാണ്. അതുകൊണ്ട് മക്കളാകുന്ന നമ്മൾ മരണപ്പെട്ട വാപ്പ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെല്ലണം. ആ ഖബറിൻ്റെ അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി സലാം പറയണം. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതാണ് നമ്മളൊരു ഖബർസ്ഥാനിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സലാം ഇതാണ്. എങ്ങനെ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എൻ്റെ ഈ വാക്ക് കേട്ടിട്ട് നാളെ മുതൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, ഉമ്മമാരൊക്കെ ഇനി സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താലും മതി. പിന്നെ നമ്മളെങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഈ പള്ളിയുടെ പരിസരത്തൂടെയൊക്കെ നടന്നു പോകില്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സലാം പറയുക മൊത്തത്തിൽ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന ഒരു സലാം അവിടെ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയൽ പ്രത്യേകം നല്ലതാണ്. ഇനി നമ്മുടെ ഉമ്മാടെ ഖബറിൻ്റെ മുമ്പിൽ ചെന്നാൽ എങ്ങനെ സലാം പറയാം? അസ്സലാമു അലൈക്കും യാ ഉമ്മീ. ഇനി വാപ്പാടെ ഖബറാണെങ്കിലോ അസ്സലാമു അലൈക്കും യാ അബീ. ഇനി ഭാര്യയുടെ ഖബറാണെങ്കിലോ അസ്സലാമു അലൈക്കും യാ സൗജതി. ഭർത്താവിൻ്റെ ഖബറാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ സൗജി. അങ്ങനെ ഓരോ ആളുകളെയും സ്പെഷ്യലായിട്ട് നമുക്ക് സലാം പറയാം. അല്ലെങ്കിൽ മൊത്തത്തിൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നും പറയാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഹജ്ജും ഉംറയും ചെയ്യുക. ഒരാൾ മരിച്ചവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടിയൊക്കെ ഹജ്ജും ഉംറയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വന്തമായി ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ ഫർളായ ഹജ്ജും ഉംറയും ചെയ്തിരിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ. ഇനി എൻ്റെ വാപ്പ മരിച്ചു, പിന്നെ വാപ്പാക്ക് ഹജ്ജ് നിർബന്ധമാകുന്ന ഒരവസ്ഥ ആയിരുന്നില്ല, അതായത് ഹജ്ജ് ചെയ്തിട്ടില്ല, വാപ്പാക്ക് പൈസ ഇല്ലായിരുന്നു അല്ലെങ്കിൽ രോഗിയായിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ വാപ്പയുടെ സമ്പത്ത് എടുത്തിട്ട് വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം. ഇനി സമ്പത്തില്ലെങ്കിലോ വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്താണ്. ഇനി വാപ്പാക്ക് കുറച്ച് വാടക കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ആ വാപ്പ മരിച്ചു, ആ വാപ്പാക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വാപ്പാടെ സമ്പത്തിൽ നിന്നും എടുത്ത് ഹജ്ജ് ചെയ്യൽ വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ഇനി എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹജ്ജും ഉംറയും വാപ്പ ചെയ്തിരുന്നു, വാപ്പ മരണപ്പെട്ടു, ഇനി എനിക്ക് വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? വസിയത്ത് ഉണ്ടെങ്കിൽ ചെയ്യാം. അതായത് എൻ്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പ ജീവിതത്തിൽ ഒരു ഫർളായ ഹജ്ജ്, വാപ്പാക്ക് നിർബന്ധമായ ഹജ്ജ് ചെയ്തിരുന്നു, പിന്നെ മകനാകുന്ന എനിക്ക് വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? വാപ്പ ഓൾറെഡി വാപ്പാക്ക് നിർബന്ധമായ ഹജ്ജ് ചെയ്തിരുന്നു. ഇനി വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറയുന്നു, മോനെ എനിക്ക് വേണ്ടി ഒരു ഹജ്ജും നീ ചെയ്തേക്കണേ എന്നൊരു വസിയത്തുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മസ്അലകൾ നമ്മൾ തിരിച്ചു മനസ്സിലാക്കണം കേട്ടോ. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ബന്ധുമിത്രാദികളോ നമ്മുടെ സഹോദരന്മാരോ ഒക്കെ മരണപ്പെട്ട് അവർക്ക് കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ വീട്ടുക എന്നുള്ളത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ വാപ്പ മരിച്ചു, എൻ്റെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചു, അവർക്ക് കടമുണ്ട്, 10,000 രൂപ കടമുണ്ടായിരുന്നു, 1,00,000 രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ കടം വീട്ടൽ നിർബന്ധമാണ്, എന്നാലും ഇവർക്ക് ഖബറിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഖബറടക്കുന്നതിന് മുമ്പ് പറയണം, ഇദ്ദേഹം തരാനുള്ള പൈസ എത്രയാണോ അത് എന്നോട് ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ആ കടം വീട്ടിൽ കൊടുക്കണമെന്നാണ്. എന്നാലേ ഇയാൾക്ക്, ഈ മരണപ്പെട്ട ആൾക്ക് ഖബറിൽ സമാധാനത്തോടു കൂടി കഴിയാൻ പറ്റുള്ളൂ. ഇനി ഏഴാമത്തെ കാര്യം, വ ഇക്റാമു സ്വദീഖിഹിം. മരണപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികളുടെ അവരുടെ കൂട്ടുകാരെ ബഹുമാനിക്കൽ പ്രത്യേകം നല്ലതാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഒരു ദിവസം മഹാനവർകൾ ഒരു കുതിരയുടെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയി എതിർവശത്തുകൂടി ഒരു അറാബിയായ, ഒരു കാട്ടറബിയായ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്.
അപ്പോൾ ഈ കാട്ടറബിയെ കണ്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഒട്ടകത്തിൽ നിന്നും ഇറങ്ങിയിട്ട് തൻ്റെ തലയിൽ ധരിച്ചിരിക്കുന്ന തലപ്പാവ് എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. ആ ആറാബിയായ മനുഷ്യന് കൊടുത്തു. മാത്രമല്ല അയാൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. അയാളെ കെട്ടിപ്പിടിച്ചു, അയാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അവസാനം പോകുന്ന സമയത്ത് ആ കുതിരയെ കൂടി ഈ ഒരു ആറാബിയായ, അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാടോടികൾ എന്ന് പറയും, അവർക്ക് കൊടുത്തു എന്നാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളുടെ തലപ്പാവും നിങ്ങളുടെ ഒട്ടകവും നിങ്ങളുടെ കുതിരയും അതുപോലെ നിങ്ങളുടെ നാണയങ്ങളും എല്ലാം കൊടുത്തല്ലോ, എന്താണ് സംഭവം, എന്താണ് ഇതാരാണ്? അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, എനിക്ക് അയാളെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ വാപ്പയുമായിട്ട് ഈ മനുഷ്യൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിരുന്നു, വാപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇദ്ദേഹം. അപ്പോൾ വാപ്പ എപ്പോൾ കണ്ടാലും ഈ ഇദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ, നമ്മുടെ വാപ്പാക്കോ നമ്മുടെ ഉമ്മാക്കോ ഒക്കെ ഓരോ കൂട്ടുകാരന്മാരും ഉണ്ടാവും. ചിലപ്പോൾ അത് മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, അല്ലേ? ഒരു നാരായണൻ ചേട്ടനോ അല്ലെങ്കിൽ വർഗീസ് ചേട്ടനോ ഒരു തങ്കമ്മ ചേച്ചിയോ അല്ലെങ്കിൽ ത്രയാസിയാമ്മ ചേച്ചിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ വാപ്പാടെ ഉമ്മാടെയൊക്കെ മരണത്തിന് ശേഷം അവരെ കാണുമ്പോൾ, വാപ്പാടെയും ഉമ്മാടെയും കൂട്ടുകാരെ കാണുമ്പോൾ അവരെന്താണ് ഒന്ന് ആദരിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുക്കുക, അവരെ ഒന്ന് ബഹുമാനിക്കുക. അതെന്താണ് ഈ മരണപ്പെട്ട ആളുകളോട്, നമ്മുടെ വാപ്പാനോട് ഉമ്മാനോട് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ മൊത്തം മനസ്സിലായില്ല, ഏകദേശം ഒരു 7 കാര്യങ്ങൾ മരണപ്പെട്ട ഉമ്മ വാപ്പ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 7 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ആഫിയത്ത് കിട്ടാൻ, ആരോഗ്യം കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ എന്ത് ചെയ്യുക, മനപ്പാടമാക്കി എപ്പോഴും ദുആ ചെയ്യണം. ഏത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അവ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടുമുള്ള കാവൽ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.